കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രുചിക്കൂട്ടിൽ ഒരു അടിപൊളി ഇടിച്ചക്ക കറി തയ്യാറാക്കാം. വളരെയധികം പോഷകമൂല്യമുള്ള ഇടിച്ചക്ക തോരനും കറിയും ഫ്രൈയും എല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ വറുത്തരച്ച് ഇടിച്ചക്ക കറി വെക്കാം. കോഴിക്കറിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. അതിനായി ഒരു ചെറിയ കഷ്ണം ഇടിച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇളയതാണ് കേട്ടോ. അതിൻ്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഒരുപാട് വലുതാവരുത്, നല്ല പൊടിയും ആവരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഇതളുകളെല്ലാം വിടർന്നു പോകും, വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിനും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം തക്കാളിയും എരിവുള്ള പച്ചമുളകും ചെറിയുള്ളിയാണ് കേട്ടോ. വലിയ ചെറിയ ഉള്ളിയായ കാരണം ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കറി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെന്ത് വരണം. കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞൊന്നും പോവരുത്. ഒന്ന് കടിക്കാനായി കിട്ടണം, എന്നാൽ ചക്ക വേവണം. അതേപോലെ വേണ്ടത് കേട്ടോ. ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചെറുതായിട്ടൊന്ന് ചിരവിയെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറക്കണം കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കണ്ട. നന്നായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആ ചൂട് തന്നെ ഒന്ന് മൂക്കട്ടെ. ഇനി അതൊന്ന് തണിഞ്ഞ് വരട്ടെ. തണിഞ്ഞതിന് ശേഷം മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളവും ചേർത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചക്കയൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ടാവും. എന്നാൽ ഉടഞ്ഞിട്ടുമില്ല. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണേ ഈ സമയത്ത്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് ഒഴിക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഒരല്പം കുരുമുളക് പൊടി, നല്ല എരിവുള്ളതാണ്, കൂടുതൽ വേണ്ട. പൊടിയുടെ കുത്തൊന്നും അധികം വരരുത് കേട്ടോ. പാകത്തിന് മതി. ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് ഇല്ലാത്തതും കൊണ്ട് ഞാനിട്ടില്ല, അതും കൂടി ഇട്ട് ഒന്ന് വറുത്തിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക വറുത്തരച്ച കറിയാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.